യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശു ആരാധന. എൻ്റെ പേര് പ്രിയങ്ക. ഞാൻ 2022 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി വെച്ചപ്പോൾ അതിൻ്റെ ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു വീടായിരുന്നു. 7 വർഷമായിട്ട് ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി വെച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ഒരു ഭവനം തന്ന എൻ്റെ അമ്മ മാതാവ് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു. രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് ഒരു തൈറോയ്ഡ് സംബന്ധമായ അസുഖമുള്ളൊരു വ്യക്തിയാണ്. അമ്മയ്ക്ക് വിദേശത്തൊരു ജോലി ലഭിക്കുകയും ഈ തൈറോയ്ഡിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് മെഡിക്കൽ നടത്തിയപ്പോൾ അതിൽ പ്രശ്നം കാണിക്കുകയും ചെയ്തു. എൻ്റെ അമ്മ കരഞ്ഞ് പ്രാർത്ഥിച്ച്, മാതാവേ എനിക്കൊരു വഴി തുറന്നു കാട്ടണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രണ്ടാമത് മെഡിക്കൽ നടത്തുകയും നേർച്ച ആ തൈലം അമ്മ ആ തൊണ്ടയിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി കാശിരൂപവും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു അമ്മ. എൻ്റെ ഫലമായി എൻ്റെ അമ്മ രണ്ടാമത് മെഡിക്കൽ നടത്തിയപ്പോൾ അതിലൊരു പ്രശ്നവും കാണിക്കാതെ മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. മൂന്നാമത്തെ എന്ന് പറയുന്നത് എൻ്റെ ഉടമ്പടി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വിൽക്കാനായിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. പക്ഷേ അത് വിൽക്കാൻ എത്ര ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് സാധിക്കുന്നില്ലായിരുന്നു. ഞങ്ങൾക്ക് ഒരു വർഷമായിരുന്നു ആ പ്രോപ്പർട്ടി ഞങ്ങൾക്ക് വിൽക്കാൻ. ഉടമ്പടി വെച്ചിട്ട് ഞങ്ങൾക്ക് ആ ഉടമ്പടി എടുത്ത സമയത്ത് ഞങ്ങൾക്ക് ആ പ്രോപ്പർട്ടി വിൽക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഇവിടെ കൃപാസനത്തിൽ വന്ന ആ ഉടമ്പടി ഉപ്പെടുത്ത് ഞങ്ങൾ ആ പറമ്പിൽ ഇടുകയും പക്ഷേ ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് ആ പറമ്പ് വിൽക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു. പിന്നെ എന്ന് പറയുന്നത് എനിക്ക് അപ്പൻഡിക്സ് പൊട്ടുകയും പെട്ടെന്ന് തന്നെ അപ്പൻഡിക്സ് പൊട്ടുകയും ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് സെമസ്റ്റർ എക്സാം 1 മാസത്തിനുള്ളിൽ വരികയും ചെയ്തു. അപ്പം എനിക്ക് ഈ അപ്പൻഡിക്സ് പൊട്ടിയ കാരണത്താൽ എനിക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പഠിക്കാനുമായിട്ടുള്ള. എൻ്റെ 1 മാസം എൻ്റെ ക്ലാസ്സൊക്കെ നഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഞാൻ ആ കാശിരൂപ അമ്മയുടെ കാശിരൂപ എൻ്റെ കൈ പിടിച്ചാണ് ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. അമ്മയുടെ കയ്യിൽ എന്നെ സമർപ്പിക്കുവാണ്. എനിക്കറിയത്തില്ല, ഞാൻ പഠിച്ചത് എനിക്ക് ഓർമ്മയില്ല, അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണേ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എല്ലാ സെമസ്റ്ററിനേക്കാളും ഏറ്റവും കൂടുതൽ മാർക്ക് എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികളെന്ന് പറയുന്നത് കൃപാസനത്തിലെ പത്രം ഞാൻ ആശുപത്രികളിൽ കൊണ്ടുപോയി രോഗികളുടെ അടുത്ത് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കുകയും പിന്നെ രോഗികളെ ശുശ്രൂഷിക്കുകയും ചെയ്തിരുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് മാതാവിൻ്റെ പത്രം കൊടുത്ത്, നീ ഇത് വെച്ച് പ്രാർത്ഥിക്ക്, നിനക്ക് അതിനുള്ള ഫലം മാതാവ് നിനക്ക് തരും, അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറയുമ്പോൾ ഞാൻ അത് പറയുമായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ആത്മീയ കാര്യങ്ങളിൽ ഞാൻ വളരെ പുറമോട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാൻ കുടുംബ പ്രാർത്ഥനയിലാണെങ്കിലും എനിക്ക് ചൊല്ലുമെങ്കിലും പൂർണ്ണ വിശ്വാസമില്ലായിരുന്നു. ഒരു പ്രാർത്ഥന ചൊല്ലുന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നത്. ചൊല്ലണം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ചൊല്ലി. പക്ഷേ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ മാതാവ് എന്തുവാണെന്നും ഈശോ എന്തുവാണെന്നും എൻ്റെ മാതാവ് എന്നെ പഠിപ്പിച്ചു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശു ആരാധന. പിന്നെ ഞാൻ ഉടമ്പടി ധ്യാനം ഞാൻ എല്ലാ ചൊവ്വാഴ്ചകളിലും കൂടുമായിരുന്നു. പക്ഷേ എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഞാൻ ഏതുവാന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. മുന്നോട്ട് എൻ്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകുന്നോ, ഈ ഡിഗ്രിക്ക് പഠിക്കുവാണെങ്കിൽ തന്നെ എങ്ങനെ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നോ എന്നുള്ളൊരു കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ട്, മാതാവേ ഡിഗ്രി എനിക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ജോലിക്ക് പോകണോ അതോ തുടർന്ന് പഠിക്കണോ എന്നുള്ള കാര്യങ്ങൾ എൻ്റെ അമ്മ മാതാവ് എനിക്ക് പറഞ്ഞു തരണം. പക്ഷേ ഞാനിപ്പോൾ MBA കഴിഞ്ഞിപ്പം നിൽക്കുവാണ്. മാതാവ് എന്നെ MBA വരെ എത്തിച്ചു. 1000 നന്ദി. എൻ്റെ കഴിവുകൊണ്ടല്ലേ ഞാൻ ഇവിടം വരെ നിന്ന്. എൻ്റെ അമ്മ മാതാവാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. 1000 നന്ദി എൻ്റെ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദാനങ്ങൾക്കും. 121 സങ്കീർത്തനത്തിൽ പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. പ്രിയങ്ക ആൻ്റണിയുടെ അനുഭവ സാക്ഷ്യത്തിൽ തൻ്റെ അമ്മയ്ക്ക് വിദേശത്തേക്ക് പോകുവാനായിട്ട് കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുമ്പോൾ മെഡിക്കൽ ഫിറ്റ് ആകുന്നില്ല. തൈറോയിഡിന് പ്രോബ്ലമുള്ള മകളാണ്. ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ആദ്യത്തെ മെഡിക്കൽ ടെസ്റ്റ് അത് അൺഫിറ്റ് ആകുമ്പോൾ വീണ്ടും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അതേ ടെസ്റ്റ് തന്നെ ചെയ്ത് തനിക്ക് എങ്ങനെയാണ് മെഡിക്കൽ ഫിറ്റ് ആകുന്നത് എന്നുള്ളതും 7 വർഷമായിട്ട് തങ്ങൾക്ക് സ്വന്തമായിട്ട് ഭവനമില്ല. വാടക വീട്ടിൽ നിന്ന് തങ്ങൾക്ക് സ്വന്തമായൊരു ഭവനം അത് തങ്ങൾക്ക് ഉടമ്പടിയുടെ ഉടനടി അനുഭവമായിട്ട് തങ്ങൾക്ക് ലഭിക്കുന്നതും
അതുപോലെ തൻ്റെ രോഗാവസ്ഥകൾ, തനിക്ക് അപ്പൻഡിക്സ് ഓപ്പറേഷനൊക്കെ നടന്നതും അതിൽ ആ സമയത്ത് തനിക്ക് എങ്ങനെയാണ് പഠനത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്, എന്നാൽ ഏറ്റവും കൂടുതൽ താൻ മാർക്ക് സ്കോർ ചെയ്തത് ആ ഒരു അസുഖത്തിൻ്റെ സമയത്താണെന്നൊക്കെയാണ് ഈ മകൾ പറയുക. തനിക്ക് തൻ്റെ ജീവിതത്തിൽ, തൻ്റെ ചിന്താരീതികളിൽ, ബോധ്യങ്ങളിലൊക്കെ മാറ്റം വന്നു. ഈശോയെ സ്നേഹിക്കുവാനും പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാനും തനിക്ക് കഴിഞ്ഞു. തനിക്ക് കുടുംബ പ്രാർത്ഥന, വിശുദ്ധ കുർബാന, ഇതിലൊക്കെ തനിക്കുണ്ടായിരുന്ന അലസത അതെല്ലാം ഉടമ്പടി എടുത്തത് വഴി തനിക്ക് പൂർണ്ണമായും മാറി. ഇന്ന് അതിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം തൻ്റെ ജീവിതത്തിലുണ്ട്. അതുപോലെ ഏത് വഴിയെ പോകണം, എങ്ങോട്ട് പോകണം, അടുത്ത സ്റ്റെപ്പ് എന്ത്, ഇതൊക്കെ നാം ചിന്തിക്കുമ്പോൾ, നമുക്ക് വേണ്ടിയിട്ട് പദ്ധതികൾ ഒരുക്കിയിരിക്കുന്ന ദൈവത്തോട് ചോദിക്കുമ്പോൾ, അതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പും കൂടി നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും അതിനുള്ള മറുപടി ലഭിക്കും. അങ്ങനെ താൻ എന്ത് തിരഞ്ഞെടുക്കണമെന്നൊക്കെ തൻ്റെ കോഴ്സിനെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണകൾ, ബോധ്യങ്ങൾ തനിക്ക് തന്നതെല്ലാം അതെല്ലാം ഉടമ്പടിയിലൂടെയാണ് തനിക്ക് ലഭിച്ചതെന്ന് പ്രിയങ്ക ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ വഴിയായിട്ട് ഈശോയെ കൂടുതൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് താൻ പരിശ്രമിച്ച എല്ലാ അവസ്ഥകൾക്കുമൊക്കെ ഈ മകള് ഇതൊന്നും തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്തിരുന്ന കാര്യമല്ല, എന്നാൽ ഉടമ്പടിയിലൂടെ തനിക്ക് അതങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞു. നന്ദി പറയുന്ന പ്രിയങ്കയോടും കുടുംബത്തോടും ഒപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.